ഹരേ കൃഷ്ണ. ജഗത്തിന്റെ നാഥനായ ഭഗവാൻ ജഗന്നാഥന്റെ കഥ അത്യന്തം അത്ഭുതകരവും രഹസ്യമയവുമാണ്. ഭക്തിയും വിശ്വാസവും നിറഞ്ഞ ഒരു മനോഹരമായ കഥയാണിത്. മഹാഭാരതം യുദ്ധം അവസാനിക്കുകയും യാദവ വംശം നശിക്കുകയും ചെയ്ത ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോക ജീവിതത്തിൽ നിന്ന് പിന്മാറി ഒരു വനത്തിൽ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് സര എന്ന വേട്ടക്കാരന്റെ അമ്പ് ഭഗവാനെ തറച്ചത്. ഭഗവാൻ കൃഷ്ണന്റെ പാദം മാൻ എന്നെ തെറ്റിദ്ധരിച്ചാണ് സര അമ്പെറിഞ്ഞത്. തന്റെ അസ്ത്രം ഭഗവാനെ തറച്ചതായി മനസ്സിലാക്കിയ സര അതിയായ ദുഃഖിതനായി. എന്നാൽ സര സാധാരണ മനുഷ്യനായിരുന്നില്ല. ത്രേതായുഗത്തിലെ വാനര രാജാവായ വാലിയായിരുന്ന അദ്ദേഹം. ശ്രീരാമന്റെ രൂപത്തിൽ ഭഗവാൻ രഹസ്യമായി വാലിയെ കൊന്നു. അങ്ങനെ കർമ്മചക്രം പൂർത്തിയായി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ദുഃഖിതനായ സര അർജുനന്റെ അടുത്ത് പോയി സംഭവിച്ചതെല്ലാം അറിയിച്ച്. ഇത് കേട്ട് അർജുനൻ അതീതയായ ദുഃഖത്തോടെ ഭഗവാൻ കൃഷ്ണന്റെ അന്തിമ കർമ്മങ്ങൾ നടത്തി. എന്നാൽ ചിത കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം, ഹൃദയം, കത്തിയില്ല. അത് ദിവ്യശക്തിയായി സ്പന്ദിച്ചുകൊണ്ടിരുന്നു. അർജുനൻ ആ ഹൃദയം ഒരു മരക്കൊമ്പിൽ വെച്ച് നദിയിൽ ഒഴുക്കി. അത് ദീർഘകാലം ഒഴുകിയ ശേഷം മഹാനദിയുടെ തീരത്തെത്തി. അവിടെ സംഭരം ജനജാതി താമസിച്ചിരുന്നു. അവരുടെ മുഖ്യനായിരുന്ന വിശ്വവസു ആ ദിവ്യഹൃദയം കണ്ടെത്തി. അതിൽ നിന്ന് ഒരു അത്ഭുതകരമായ പ്രകാശം പ്രകാശിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അതിന്റെ ദിവ്യത തിരിച്ചറിഞ്ഞ് ഒരു രഹസ്യ ഗുഹയിൽ വെച്ച് നീലമാധവന്റെ രൂപത്തിൽ പൂജിക്കാൻ തുടങ്ങി. ഈ രഹസ്യം ആ ജനജാതിയിലെ ആളുകൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതേസമയം അവന്തിയിൽ ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാപരാക്രമശാലിയും ഭക്തനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിന്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹം പരമപുരുഷനായ ഭഗവാനെ സാക്ഷാൽ ദർശിക്കാനും സേവിക്കാനും ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം ഒരു തീർത്ഥയാത്രികൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭഗവാൻ വിഷ്ണു ഒഡീസയിൽ നീലമാധവന്റെ രൂപത്തിൽ പൂജിക്കപ്പെടുന്നു. ബ്രാഹ്മൺ പുരോഹിതനായ വിദ്യാപതിയെ നീലമാധവനെ കണ്ടെത്താൻ അയച്ചു. ദീർഘമായ യാത്രയ്ക്ക് ശേഷം വിദ്യാപതി ഒഡീസയിൽ എത്തി. വിദ്യാവസു ഒരു രഹസ്യ ഗുഹയിൽ നീലമാധവനെ പൂജിക്കുന്നതായി മനസ്സിലാക്കി. അദ്ദേഹം നീലമാധവനെ ദർശനം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ വിദ്യാവസു അത് നിരസിച്ചു. അതിനാൽ വിദ്യാപതി അവിടെ തന്നെ താമസിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വിദ്യാവസുവിന്റെ മകൾ ലളിതയുമായി വിവാഹിതനായി. വിവാഹത്തിന് ശേഷം ലളിതയോട് നീലമാധവന്റെ ദർശനം നേടിക്കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ലളിതയുടെ അഭ്യർത്ഥനയെ തുടർന്ന് വിദ്യാവസു സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധന വെച്ച്, വിദ്യാപതിയുടെ കണ്ണ് കെട്ടി മാത്രമേ ഗുഹയിലേക്ക് കൊണ്ടുപോകൂ എന്ന്. വിദ്യാപതി അതീവ ബുദ്ധിമാനായിരുന്നു. വഴിയിൽ ഉടനീളം കടുക് വിത്തുകൾ വിതറി. അടുത്ത തവണ വരുമ്പോൾ വഴി തിരിച്ചറിയാനായി. കുറച്ചു സമയത്തിന് ശേഷം ആ വിത്തുകൾ മഞ്ഞപ്പൂക്കളായി വിരിഞ്ഞപ്പോൾ അതേ വഴി തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗുഹയിലെത്താനുള്ള പാതയും മനസ്സിലാക്കി. അദ്ദേഹം രാജാവിന്റെ അടുത്തേക്ക് മടങ്ങി എല്ലാം പറഞ്ഞു. രാജാവ് ഇന്ദ്രദ്യുമ്നൻ ഉടൻ അവിടെ എത്തി. എന്നാൽ ഗുഹയിൽ എത്തിയപ്പോൾ നീലമാധവന്റെ വിഗ്രഹം ഇതിനകം തന്നെ അപ്രത്യക്ഷമായിരുന്നു. നിരാശനായ രാജാവ് മരണത്തോളം ഉപവസിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ആ രാത്രി ഭഗവാൻ വിഷ്ണു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, സമുദ്ര തീരത്തിൽ ശംഖ്, ചക്ര, ഗദ, പത്മം എന്നീ അടയാളങ്ങളുള്ള ഒരു ദിവ്യമായ മരത്തടി ലഭിക്കും. അതിൽ നിന്ന് എൻ്റെ രൂപമുണ്ടാക്കണം. അടുത്ത ദിവസം ആ ദിവ്യമായ മരത്തടി തീരത്ത് ലഭിച്ചു. പക്ഷെ അതിനെ ആനകൾക്ക് പോലും ഇളക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വീണ്ടും ദിവ്യശബ്ദമുണ്ടായി. ആദിവാസി ഭക്തരുടെ സഹായത്തോടെ മാത്രമേ മരത്തടി നീക്കാൻ കഴിയൂ. വിശ്വാവസുവും അദ്ദേഹത്തിന്റെ സമൂഹവും ചേർന്നപ്പോൾ ആ മരത്തടി എളുപ്പത്തിൽ ഉയർത്താനായി. ഈ സംഭവം ഗോത്രഭക്തി, രാജകീയത, ബ്രാഹ്മണ പാരമ്പര്യവും ഒന്നിക്കുന്ന ഒരു ദിവ്യ സംഗമത്തിന്റെ പ്രതീകമായി. ഇന്നും ജഗന്നാഥ ക്ഷേത്രത്തിലെ ആചരണങ്ങളിലും ഇത് പ്രതിഫലിക്കുന്നു. ശേഷം വിഗ്രഹ നിർമ്മാണം ആരംഭിച്ചു. മികച്ച ശില്പികളെ വിളിച്ചു. പക്ഷെ ഓരോ തവണയും അവരുടെ ഉപകരണങ്ങൾ തകർന്നു. അപ്പോൾ വിശ്വകർമ്മ ഒരു വൃദ്ധന്റെ രൂപത്തിലെത്തി പറഞ്ഞു, ഞാൻ വിഗ്രഹങ്ങൾ നിർമ്മിക്കാം, പക്ഷേ 21 ദിവസം ആരും എന്നെ ശല്യം ചെയ്യരുത്. അദ്ദേഹം ഒരു മുറിയിൽ ജോലി ആരംഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. 15ാമത്തെ ദിവസം ആശങ്കയോടെ റാണി ഗുഡീജ വാതിൽ തുറപ്പിച്ചു. അകത്ത് ആ വൃദ്ധൻ ഇല്ലായിരുന്നു. പകരം 3 അപൂർണ വിഗ്രഹങ്ങളും ഒരു ചക്രരൂപവും ഉണ്ടായിരുന്നു. അപ്പോൾ ദിവ്യവാണി മുഴങ്ങി, ഇവയാണ് എൻ്റെ യഥാർത്ഥ രൂപങ്ങൾ. ഇവയെ കണ്ണുകൊണ്ടല്ല ഭക്തിയോടെ കാണുക. ഇങ്ങനെ ഭഗവാൻ ജഗന്നാഥൻ, ബാലഭദ്ര, സുഭദ്ര, സുദർശന ചക്രം ഇവയുടെ പ്രതിഷ്ഠ നടത്തി. നീലജലത്തിൽ ഇന്നത്തെ പുരിയിൽ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. എന്നാൽ ജഗന്നാഥൻ ക്ഷേത്രത്തിനുള്ളിൽ മാത്രം
നിൽക്കുന്ന ദൈവമല്ല. വർഷത്തിൽ ഒരിക്കൽ അദ്ദേഹം ഭക്തരുടെ അടുത്തേക്ക് വരുന്നു. ഈ യാത്രയാണ് രഥയാത്ര. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ തൃതീയയിൽ 3 വലിയ രഥങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ജഗന്നാഥൻ, ബാലഭദ്രൻ, സുഭദ്ര എന്നിവർ അതിൽ കയറി നഗരത്തിലും സഞ്ചരിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തന്മാർ രഥങ്ങൾ വലിക്കുന്നു. രഥയാത്രയ്ക്കിടെ ഒരു ഭക്തൻ രഥത്തിന്റെ കയറിൽ സ്പർശിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ അനേക ജന്മങ്ങളിലെ കർമ്മങ്ങൾ ഇല്ലാതെയാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ആ നിമിഷം അദ്ദേഹം ദൈവത്തോടൊപ്പം നടക്കുന്നത് മാത്രമല്ല, ദൈവത്തെ സ്വന്തം കൈകളാൽ വലിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു കഥ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ചരിത്രവും ശാശ്വതമായ സത്യവും കൂടിയതാണ്. ദൈവം പുണ്യസ്ഥലങ്ങളിലും ശാസ്ത്രങ്ങളിലും മാത്രമല്ല, സത്യസന്ധമായ ഹൃദയങ്ങളിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഹരേ കൃഷ്ണ. ജയ ജയ ജഗന്നാഥ്.